അത് കഴിഞ്ഞ അടുത്ത ദിവസം നന്നു പറവ ജുഗ്നു പ്രാവിന്റെ കൂടിനടുത്ത് ചെന്നു. നന്നു, എവിടെ പോകുന്നു? എല്ലാ ദിവസവും നീ അവിടെയും ഇവിടെയുമായി കറങ്ങി നടക്കുന്നു. നിനക്ക് ക്ഷീണം തോന്നുന്നില്ലേ? ജുഗ്നു ചേട്ടാ, അമ്മ എനിക്ക് കുറച്ച് പണി തന്നിട്ടുണ്ട്, അത് ചെയ്യാനാ പോകുന്നേ. നിന്റെ അമ്മ എപ്പോൾ നോക്കിയാലും നിന്നെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നു. അവർക്ക് നിന്നോട് ഒരു കരുണയുമില്ല. നോക്ക്, നിന്റെ അച്ഛൻ ദാ അവിടെ നിന്നും പറന്നു വരുന്നു. ടോട്ടോ രണ്ടുപേർക്കടുത്തും വന്ന്, ജുഗ്നു, നന്നുവിനോട് നീ എന്താണ് സംസാരിക്കുന്നത്? തനിക്ക് വീട്ടുകാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവുമില്ല. പാവം ഈ കൊച്ചു കുട്ടിയെ നിന്റെ ഭാര്യ എത്രത്തോളം ജോലി ചെയ്യിപ്പിക്കുന്നുവെന്ന് നിനക്കറിയാമോ? അത് കേട്ടത് ടോട്ടുവിന്റെ കണ്ണിൽ കണ്ണീർ വന്നു. അത് നന്നുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നോക്കു ജുഗ്നു, വീട്ടിൽ സംഭവിക്കുന്നത് എനിക്ക് നന്നായി അറിയാം. നന്നുവിന് ഒരു അമ്മയുടെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചത്. എന്നാൽ ഞാൻ മുൻകൂട്ടി കണ്ടില്ലല്ലോ അവൾ എങ്ങനെയൊക്കെ പെരുമാറുമെന്ന്. വരുമ്പോൾ ഇവളെ അവളുടെ സ്വന്തം മകളായിട്ട് കാണുമെന്നാ പറഞ്ഞത്. എന്നാൽ അവൾ പൂർണ്ണമായി മാറി. നീ പറ, ഞാൻ എന്ത് ചെയ്യണം? നോക്ക്, തെറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ വേണം ഒരു പാഠം പഠിപ്പിക്കാൻ. അപ്പോഴേ അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാകൂ. അതെ അതെ, നീ പറയുന്നതും ശരിയാണ്. എന്നാൽ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യാതെ ഇരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? പറ. ഒരു വഴിയുണ്ട്, കേട്ടോ. എൻ്റെ ഒരു ചങ്ങാതിയുടെ മകളെ കാണാൻ നിന്റെ മകളെ പോലെ തന്നെയാണ്. എന്നാൽ നന്നുവിനെ പോലെ ഒരു പാവമല്ല, നല്ല ചുറുചുറുക്കുള്ളവളാ. അവൾക്ക് മാജിക്ക് പോലും അറിയാം. എനിക്ക് തോന്നുന്നത് അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ അവളൊരു പാഠം പഠിപ്പിച്ചോളും. കുറച്ചുനാൾ നന്നുവിനെ മധുവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞേക്ക്. എന്നിട്ട് മധുവിനെ കൂട്ടിക്കൊണ്ടുവാ. പിന്നെ കുറച്ച് ദിവസത്തേക്ക് നീ വെളിയിൽ പോകുന്നത് പോലെ അഭിനയിക്ക്. ശരി, നീ പറയുന്നത് പോലെ കേൾക്കാം.